ഇന്ത്യയിൽ 85% എഥനോൾ ചേർന്ന ഇന്ധനം ഉപയോഗിക്കുന്നത് പ്രോത്സാഹിപ്പിക്കാൻ പദ്ധതികളുമായി കേന്ദ്ര സർക്കാർ. എഥനോൾ ചേർന്ന ഇന്ധനം ഉടൻ ലഭ്യമാക്കി തുടങ്ങുമെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി അറിയിച്ചു. ഘട്ടം ഘട്ടമായി ഇത് വ്യാപകമാക്കുന്നതിനാണ് പദ്ധതി. രാജ്യത്തെ ഇന്ധന വിപണിയിൽ വൻ വിപ്ലവത്തിന് വഴി തുറന്നിരിക്കുകയാണ് എഥനോൾ മിശ്രിത ഇന്ധനമായിട്ടുള്ള E85. തുടക്കത്തിൽ ഡൽഹി NCR, മുംബൈ, പൂനെ, നാസിക് എന്നിവിടങ്ങളിലായിരിക്കും ഇത് പ്രാബല്യത്തിൽ വരിക. പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഫ്ലെക്സ് ഫ്യൂൽ വാഹനങ്ങളിൽ മാത്രമേ E85 ഉപയോഗിക്കാൻ സാധിക്കൂ. ഇന്ധനത്തിനായുള്ള കരട് നിയമങ്ങൾ സർക്കാർ ഉടൻ തന്നെ വിജ്ഞാപനം പുറത്തിറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത്തരത്തിലുള്ള ഇന്ധനങ്ങളുടെ ലഭ്യത വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് കേന്ദ്ര സർക്കാർ തലത്തിൽ നടത്തുന്നത്. കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുകയുണ്ടായിരുന്നു. എഥനോൾ കലർത്തിയ ഇന്ധനത്തിന് പെട്രോളിനേക്കാൾ വളരെ വിലക്കുറവായിരിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം. ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ള 85% എഥനോൾ ആയിരിക്കും ഇന്ധനത്തിൽ കലർത്തുന്നത്. ഇതിനെ അനുയോജ്യമായ വാഹനങ്ങളിൽ ഇന്ധനങ്ങളായി ഉപയോഗിക്കും. പെട്രോളിനേക്കാൾ കുറഞ്ഞ വിലയിൽ ഇത് ലഭ്യമാകും എന്ന ഉറപ്പും മന്ത്രി നൽകുന്നുണ്ട്. E85 ഇന്ധനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് സാധ്യമായ സകലമാന നടപടികളും കേന്ദ്ര സർക്കാർ തലത്തിൽ സ്വീകരിക്കുന്നു. അതിനുവേണ്ടിയുള്ള നയങ്ങൾ രൂപീകരിക്കുന്നതിനൊപ്പം തന്നെ വില സംബന്ധിച്ച വിവരങ്ങൾ വൈകാതെ തന്നെ പുറത്തുവിടുമെന്നും മന്ത്രി വ്യക്തമാക്കുന്നു. 85% എഥനോളും 15% പെട്രോളും കലർത്തിയാണ് E85 ഇന്ധനം വികസിപ്പിക്കുന്നത്. ഫ്ലെക്സ് ഫ്യൂൽ വാഹനങ്ങൾ അതിനുവേണ്ടി പ്രത്യേകമായി സജ്ജീകരിക്കും. ഡീസലിലും ബയോഫ്യൂൽ മിശ്രിതങ്ങൾ ചേർക്കുന്നത് പരിഗണനയിലാണെന്നാണ് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി വ്യക്തമാക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഡീസലിൽ 15% വരെ ഐസോബ്യൂട്ടനോൾ ചേർക്കാനുള്ള സാധ്യതകൾ നിലവിൽ ഉരുത്തിരിഞ്ഞു വരികയാണ്. എഥനോളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഐസോബ്യൂട്ടനോളിന് എഥനോളിനേക്കാൾ ഊർജ്ജക്ഷമത ഉണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ എഞ്ചിനുകളിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാതെ ഇത് ഉപയോഗിക്കാനും കഴിയും. 85% എഥനോൾ ചേർന്ന ഇന്ധനം ഉടൻ തന്നെ മാർക്കറ്റുകളിൽ ലഭ്യമാകുമെന്നാണ് കേന്ദ്രമന്ത്രിയുടെ വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വർഷം അവസാനത്തോടെ 500 പമ്പുകൾ ഇതിനുവേണ്ടി സജ്ജമാക്കും. 2027 അവസാനത്തോടുകൂടി ഇത് 5000 ആക്കി ഉയർത്തുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.